കേരളത്തെ അവഗണിച്ച് വീണ്ടും കേന്ദ്ര ബജറ്റ്. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനേകം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തെ നിരാശപ്പെടുത്തി വീണ്ടും കേന്ദ്ര ബജറ്റ്. കേരളം ഏറെ പ്രതീക്ഷിച്ച എയിംസ് ഇത്തവണയും ബജറ്റിൽ ഇടം പിടിച്ചില്ല. കൂടാതെ വിഴിഞ്ഞം പദ്ധതിക്കും സഹായമില്ല. 7 അതിവേഗ റെയിൽവേ ഇടനാഴിയിലും കേരളത്തെ തഴഞ്ഞു. കടലാമയുടെ സംരക്ഷണത്തിനും നാളികേര വികസനത്തിനും പോലെ അപൂർവമായാണ് കേരളത്തെ പരാമർശിച്ചത്. കേന്ദ്രത്തിന്റെ നിർദ്ദേശപ്രകാരം എയിംസ് നിർമ്മിക്കുവാനായി വ്യവസായ വകുപ്പ് ഭൂമി ഏറ്റെടുത്ത് ആരോഗ്യ വകുപ്പിന് കൈമാറിയിരുന്നു. സംസ്ഥാനം പരിഗണനയ്ക്കായി 29 ഇന ആവശ്യങ്ങളാണ് ധനമന്ത്രി KN ബാലഗോപാൽ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന് സമർപ്പിച്ചത്. എന്നാൽ കേന്ദ്രം ഇതെല്ലാം തള്ളുകയായിരുന്നു. LDF വടക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥയ്ക്ക് ഉജ്ജ്വല തുടക്കം. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന ജാഥ മഞ്ചേശ്വരത്ത് നിന്നുമാണ് ആരംഭിച്ചത്. കേരള വികസനത്തിന് മിനിയേച്ചർ ജാഥ ക്യാപ്റ്റന് നൽകിക്കൊണ്ടാണ് വികസന മുന്നേറ്റ ജാഥ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തത്. CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം P സന്തോഷ് കുമാർ MP ആണ് ജാഥയുടെ മാനേജർ. വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില കൂട്ടി. 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടറിന് 49 രൂപയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഇതോടെ സിലിണ്ടറിന്റെ പഴയ വിലയായ 1698 രൂപയിൽ നിന്ന് 1747 രൂപയായി ഉയർന്നു. ചൈനയിൽ സിലിണ്ടറിന് 50 രൂപ കൂടി. കൊൽക്കത്ത, മുംബൈ നഗരങ്ങളിൽ 49.5 രൂപ വീതം വർദ്ധിച്ചു. സംസ്ഥാനം ഉന്നയിച്ച പ്രധാന ആവശ്യങ്ങളെല്ലാം കേന്ദ്ര ബജറ്റിൽ തള്ളിയെന്നും ഇന്ത്യയുടെ ഭൂപടത്തിൽ കേരളം ഉണ്ടെന്ന കാര്യം കേന്ദ്രമന്ത്രി മറന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാലങ്ങളായി ആവശ്യപ്പെട്ട എയിംസ് ഇത്തവണയും ഇല്ല. കേരളത്തിനായി പ്രത്യേക പാക്കേജ് ഇല്ല. വിഴിഞ്ഞം വികസനത്തിന് പ്രത്യേക സഹായമില്ല. ഇത് ഫെഡറൽ തത്വങ്ങളെ ദുർബലപ്പെടുത്തുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റ് പൂർണ്ണമായും നിരാശാജനകമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കേരളത്തിന്റെ വികസന പദ്ധതികൾ കോർത്തിണക്കിക്കൊണ്ട് സംസ്ഥാന ധനകാര്യ വകുപ്പ് ബൃഹത്തായ പദ്ധതികൾ അടങ്ങുന്ന നിർദ്ദേശങ്ങളാണ് ബജറ്റിന് മുന്നോടിയായി കേന്ദ്ര ധനകാര്യ വകുപ്പിന് സമർപ്പിച്ചിരുന്നത്. അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ വികസനം ഉൾപ്പെടെ തള്ളിയ കേന്ദ്ര നിലപാട് പ്രതിഷേധാർഹമെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയിക്ക് അന്ത്യാഞ്ജലി. റോയിയുടെ സംസ്കാര ചടങ്ങുകൾ ബംഗളൂരുവിൽ നടന്നു. റോയി അന്ത്യനിദ്രയ്ക്കായി തിരഞ്ഞെടുത്ത സ്വന്തം റിസോർട്ടായ ബംഗളൂരുവിലെ കനാർക്കട്ട റോഡിലുള്ള കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ നേച്ചേഴ്സ് ലക്ഷറിയിലാണ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായത്. സംസ്ഥാനത്ത് ഇന്നും നാളെയും വിവിധ ജില്ലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട എന്നീ 3 ജില്ലകളിലും നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. മുൻ ഫുട്ബോൾ താരവും പരിശീലകനുമായ TK ഇബ്രാഹിം കുട്ടി അന്തരിച്ചു. തിരുവനന്തപുരത്ത് വച്ചായിരുന്നു അന്ത്യം. മൃതദേഹം ഇന്ന് വൈകിട്ട് കോട്ടയം വരിശ്ശേരിയിലെ സോക്കർ കോട്ടേജിൽ എത്തിക്കും. ഖബറടക്കം നാളെയാണ്. 2025-26 അധ്യയന വർഷത്തെ SSLC പരീക്ഷ മാർച്ച് 5-ന് ആരംഭിക്കും. പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്രമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. പരീക്ഷ രാവിലെ 9:30-ന് ആരംഭിക്കും. മാർച്ച് 30-നാണ് പരീക്ഷകൾ അവസാനിക്കുന്നത്. മോഡൽ എക്സാം ഫെബ്രുവരി 16-ന് തുടങ്ങും. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ വിവിധയിടങ്ങളിലായി ചാവേർ ആക്രമണവും ഭീകരാക്രമണവും. ശനിയാഴ്ചയാണ് ആക്രമണം ഉണ്ടായത്. 120-ലേറെ പേർ ബലൂചിസ്ഥാനിൽ ശനിയാഴ്ച മാത്രം കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. ഒറ്റ ദിവസത്തിലുണ്ടാവുന്ന ഏറ്റവും വലിയ ആക്രമണത്തിലൊന്നാണ് ശനിയാഴ്ച നടന്നതെന്ന് വിദഗ്ധർ അറിയിച്ചു. ജനേകം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനേകം വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.